പീസ് ആൻഡ് ജോയ്. കൗണ്ട് ജെന്റിലസിനോടൊപ്പം അപ്പൂലിയിലേക്ക് യാത്രയാവുകയാണ് അസീസിലെ ഫ്രാൻസിസ്. യുവരാജൻ എന്നുള്ള ആർപ്പുവിളികളും ഇതാ നമ്മുടെ മാടമ്പി, അസീസിയുടെ സ്വന്തം മാടമ്പി എന്നുള്ള ആർപ്പുവിളികളുമൊക്കെ സമൂഹത്തിൽ നിന്ന് ഉയരുകയാണ്. ഫ്രാൻസിസ് ഒരു മാടമ്പിയായ ആഹ്ലാദത്തോടു കൂടി തന്നെയാണ് യുദ്ധത്തിനായിട്ട് പോവുക. പക്ഷേ അപ്പൂലിയിലേക്കുള്ള യാത്രയിൽ സ്പൊളേറ്റോ താഴ്വരയിൽ അവരെത്തി. അന്ന് രാത്രി അവിടെയാണ് അവർ തമ്പടിച്ചത്. ആ രാത്രിയിൽ ഫ്രാൻസിസിന് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്. ആകാശം മുഴുവൻ പ്രഭാപൂർണമായിട്ടുള്ള എന്തോ ഒന്ന് സംഭവിക്കുന്നു. പ്രകാശക്കതിരുകൾ ഭൂമിയിലേക്ക് വീഴുന്നതിനിടയിൽ ഒരു സ്വരം ഫ്രാൻസിസ് കേൾക്കുകയാണ്. ഫ്രാൻസിസ്, 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 ഇതാ ഞാൻ എന്നുള്ള ഒരു തുറവിയോടുകൂടി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒരു സ്വരം കേൾക്കുകയാണ്. ആരെ സേവിക്കുന്നതാണ് ഉത്തമം? യജമാനനെ സേവിക്കുന്നതോ ദാസനെ സേവിക്കുന്നതോ? ഫ്രാൻസിസിന് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം എവിടെയും ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുവാൻ അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് പറഞ്ഞു, എന്തിനാണ് സംശയം? യജമാനനെ സേവിക്കുന്നതാണ് ഉത്തമം. ഉടനെ ആ സ്വരം വീണ്ടും കേൾക്കുകയാണ്. വളരെ ഹൃദ്യവും മനോഹരവുമായിട്ട് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സ്വരമായിട്ട് അത് മാറുകയാണ്. എങ്കിൽ നീ അസീസിയിലേക്ക് മടങ്ങിപ്പോവുക. ഫ്രാൻസിസ് ആകെ ആശയക്കുഴപ്പത്തിലായി. പക്ഷേ ആ സ്വരത്തിൻ്റെ നിശ്ചയദാർഢ്യവും അതിൻ്റെ ഉറപ്പും വ്യക്തതയും അത് നൽകുന്ന ആത്മീയ സമാധാനവും ഒക്കെ ഫ്രാൻസിസിന് ഒരു പുത്തൻ അനുഭവമായിരുന്നു. ഫ്രാൻസിസ് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ആരും അറിയാതെ അവിടെ നിന്ന് പോകുവാനായിട്ടാണ് ആഗ്രഹിച്ചത്. ഫ്രാൻസിസ് അന്ന് മധ്യാഹ്നം വരെ അവരോടൊപ്പം യാത്ര തുടർന്നു. അതിനിടയിൽ അവൻ അസീസിയിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് സാധിച്ചു. ഫ്രാൻസിസ് തിരികെ എത്തിയത് ഒരു വൈകുന്നേരമാണ്, സന്ധ്യാസമയത്താണ്. പീക്ക അല്ലാതെ മറ്റാരും അറിഞ്ഞില്ല ഫ്രാൻസിസ് തിരികെ എത്തിയത്. പീക്ക അത്ഭുതത്തോടു കൂടി ചോദിച്ചു, എന്താണ് മകനെ നീ തിരികെ പോകുന്നത്? ഫ്രാൻസിസ് പറഞ്ഞു, അമ്മേ, ഇതാണ് ഇപ്പോൾ ദൈവഹിതം, ഞാൻ തിരികെ വരണം. തൻ്റെ അനുഭവങ്ങളോ ആത്മീയമായിട്ടുള്ള ആ ഒരു ബോധ്യമോ ഒന്നും ഫ്രാൻസിസ് അപ്പോൾ പങ്കുവയ്ക്കുന്നില്ല. പിറ്റേന്ന് സുഹൃത്തുക്കൾ ഇതറിഞ്ഞ് ഓടിയെത്തുകയാണ്. അന്ന് രാത്രി മുഴുവനും ഫ്രാൻസിസ് മടങ്ങിയെത്തിയെന്നുള്ള വാർത്തകൾ അവരറിയുന്നുണ്ട്. പ്രഭാതത്തിൽ തിരികെ എത്തിയ സുഹൃത്തുക്കൾ ഫ്രാൻസിസിനോട് ചോദിക്കുകയാണ്, നമുക്ക് വീണ്ടും പഴയ കലാപരിപാടികളൊക്കെ ആരംഭിക്കാം, സന്തോഷത്തോടെ നമുക്ക് വീണ്ടും പഴയ ആഘോഷങ്ങളിലേക്ക് പോകാം, യുദ്ധം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഫ്രാൻസിസ് ആദ്യം അത് നിരസിക്കുകയാണ്. വീണ്ടും മധ്യാഹ്നത്തിലെത്തിയപ്പോൾ വീണ്ടും ഫ്രാൻസിസിനെ തേടി ആളുകളെത്തി. അന്ന് വൈകുന്നേരം അവരിൽ ഒരാൾ ഒരു വലിയ പാർട്ടി സംഘടിപ്പിക്കുകയാണ്. അതിനുശേഷം പതിവുള്ള ആഘോഷയാത്രകളുണ്ട്. ഫ്രാൻസിസിനെ വൈകുന്നേരവും കൂടത്തിൽ കാണാതെ വന്നപ്പോൾ അവർ പീക്കായുടെ അടുത്തെത്തി. അമ്മേ, ഫ്രാൻസിസ് എവിടെ? അവർ പറഞ്ഞു, മധ്യാഹ്നത്തിൽ ഇവിടെ നിന്ന് പോയവൻ ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല, അവൻ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സന്ധ്യാസമയത്ത് അവർ നോക്കുമ്പോൾ, അന്വേഷിച്ച് തിരയുമ്പോൾ സാന്താമിയാനോ എന്ന ദേവാലയത്തിൽ നിന്ന്, ദാമിയാനോസിൻ്റെ ദേവാലയത്തിൽ, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ദേവാലയത്തിൽ നിന്ന് ഫ്രാൻസിസ് ഇറങ്ങി വരികയാണ്. ഫ്രാൻസിസിനെ കണ്ടുമുട്ടിയ ആഹ്ലാദത്തിൽ സുഹൃത്തുക്കൾ വലിയ ആരവത്തോടെ അവനെ വിരുന്നിലേക്ക് കൊണ്ടുപോയി. ആ വിരുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അവന് നൽകിക്കൊണ്ട് അവർ വീണ്ടും പഴയ പോലെ ആഹ്ലാദിക്കുവാനും ആഘോഷിക്കുവാനും തുടങ്ങി. എന്നാൽ ഫ്രാൻസിസിന് പതിവ് പോലെ ആഹ്ലാദിക്കാനായിട്ട് സാധിച്ചില്ല. അവർ പലരും ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയത്? യുദ്ധത്തിന് പോയി മടങ്ങി വന്നതിൻ്റെ വിഷമമാണോ? അവർ വീണ്ടും വിരുന്ന് കഴിഞ്ഞിട്ട് പതിവുള്ള ആഘോഷയാത്രകളിലൂടെ പോകുക. നിലാവുള്ള രാത്രിയിൽ അവർ വീണ്ടും പാട്ടുപാടി അസീസി നഗരവീഥികളിൽ മുഴുവൻ ശബ്ദം മുഴക്കിക്കൊണ്ട് ഗാനം ആലപിച്ചുകൊണ്ട് നടക്കുക. നഗരവാസികൾ പറയുവാൻ തുടങ്ങി, വീണ്ടും ഫ്രാൻസിസ് മടങ്ങിയെത്തി, അതിൻ്റെ ആഹ്ലാദാരവമാണ്. എന്നാൽ ആ കൂട്ടത്തിൽ പിന്നെ നോക്കിയപ്പോൾ ഫ്രാൻസിസിനെ കാണുന്നില്ല. നോക്കുമ്പോൾ ഫ്രാൻസിസ് ഉന്നതങ്ങളിലേക്ക് ശിരസുയർത്തി നക്ഷത്രങ്ങളെയും അതുപോലെ തന്നെ ചന്ദ്രൻ്റെ പ്രകാശവും ഒക്കെ നോക്കിക്കൊണ്ട് ഫ്രാൻസിസ് ഇങ്ങനെ നിൽക്കുകയാണ്. ഫ്രാൻസിസിൻ്റെ അടുക്കിലേക്ക് ഒരുവൻ ഓടിയെത്തി കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട്. ഫ്രാൻസിസിനോട് പറഞ്ഞു, ഫ്രാൻസിസേ, നിനക്ക് എന്താണ്? നീ എന്താണ് ചിന്തിക്കുന്നത്? നീ ഏതെങ്കിലും അതിസുന്ദരിയായ യുവതിയിൽ പ്രണയത്തിലാണോ? ആരെങ്കിലും നിന്റെ ഹൃദയം കവർന്നോ? നീ ആരോടുള്ള പ്രണയത്തിലാണ്? എന്നോട് തുറന്നു പറയുക. ഫ്രാൻസിസ് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അതെ, ഞാൻ പ്രണയത്തിലാണ്. ഞാൻ ആരും കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും ആരും ദർശിച്ചിട്ടില്ലാത്ത മനോഹരിയായിട്ടുള്ള ഒരു യുവതിയെ കണ്ടു. ഞാൻ അവളെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫ്രാൻസിസിൻ്റെ വാക്കുകൾ അവന് മനസ്സിലായില്ല. എങ്കിലും അവൻ വിചാരിച്ചു, കഴിഞ്ഞ യാത്രയിൽ എവിടെയോ ഒരു പ്രഭുകുമാരിയെ ഫ്രാൻസിസ് ദർശിച്ചു. എന്നാൽ ഫ്രാൻസിസിൻ്റെ ലക്ഷ്യവും ഫ്രാൻസിസിൻ്റെ വാക്കും അതായിരുന്നില്ല സൂചിപ്പിച്ചത്. ക്രിസ്തുവിന് വേണ്ടി സ്വയം ശൂന്യവൽക്കരിക്കാൻ അവൻ്റെ ഹൃദയം വെമ്പുകയായിരുന്നു. എന്നാൽ അത് ഈശോയാണെന്നുള്ള പൂർണ്ണമായ ഉറപ്പൊന്നും ആ സമയത്തില്ല.
എങ്കിലും അതൊരു ആത്മീയ അനുഭവമായിട്ട് അവൻ്റെ ഉള്ളിൽ നിറയുക. അവൻ വിശുദ്ധ ദാരിദ്ര്യമാകുന്ന മണവാട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ അത് കൂട്ടുകാർക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് വിശുദ്ധ ദാരിദ്ര്യം? ദൈവത്തിന് വേണ്ടിയുള്ള പൂർണ്ണമായിട്ടുള്ള സ്വയം ശൂന്യവൽക്കരിക്കലാണ്. ദൈവം പൂർണ്ണമായി തീരാൻ, താൻ ഒന്നുമല്ലാതായി തീരാനുള്ള ഒരു തുറവിയാണ്. സ്നാപക യോഹന്നാൻ പറഞ്ഞതുപോലെ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന് പറയുന്ന ആ ആത്മീയ സ്വരം ഫ്രാൻസിസിൽ മാംസം ധരിക്കുകയായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു അല്ലാത്ത എല്ലാറ്റിനെയും പുറന്തള്ളാം. ആ വിശുദ്ധമായ പ്രണയത്തെ, ദൈവത്തോടുള്ള പ്രണയത്തെ, സ്നേഹമാകുന്ന ആ ദൈവത്തെ, ആ സ്നേഹത്തെ സ്നേഹിക്കാനുള്ള ആ ഒരു വലിയ വിളി നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.